ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു ഈസി സാമ്പാറിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ കുറച്ച് ഒരു അരക്കപ്പോളം വരുന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ചുവന്ന പരിപ്പാണ് കേട്ടോ. ശരിക്കും സാമ്പാർ പരിപ്പ് എന്ന് പറയുമ്പോൾ ആ മഞ്ഞ കളറിലെ പരിപ്പാണ്. എൻ്റെ അടുത്ത് ഈ ചുവന്ന പരിപ്പുള്ളൂ, അതുകൊണ്ടാണ് ചുവന്ന എടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഈ പരിപ്പ് വേകാനും കുറച്ച് കൂടുതൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി തോലൊക്കെ കളഞ്ഞിട്ട് കൈക്ക് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുക. അത് നമ്മൾ കട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, ഈ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ അത് ഒരു വിസിൽ കൊണ്ട് തന്നെ എനിക്കിത് പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. പരിപ്പും ആ ഉള്ളിയും ഒക്കെ, ഉള്ളിയൊന്നും കാണാൻ തന്നെ അല്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ആദ്യം തന്നെ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, പിന്നെ വേണമെന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഉപ്പും മഞ്ഞളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾ ചേർക്കണോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ കട്ടാക്കി ചേർത്തതാണ്. പിന്നെ മുരിങ്ങക്കായ, ഒരു വഴുതനങ്ങ, ഒരു ഉരുളൻകിഴങ്ങ്, ചെറിയൊരു കഷ്ണം ക്യാരറ്റും കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. ബീൻസ് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കറുത്ത കളർ നിൽക്കുന്നുണ്ട്, ചെറിയൊരു കറുപ്പ് വന്നിട്ടുള്ള. കുറച്ച് മുരിങ്ങക്ക അധികം ചേർക്കുന്നുണ്ട്. ഇവിടെ മുരിങ്ങക്ക എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, സാമ്പാറിലിട്ടൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട്. മുരിങ്ങക്ക ചാറ് വയ്ക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെജിറ്റബിൾസിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും, എന്നാലും നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. പേസ്റ്റ് ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് തോലോടുക്ക് തന്നെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. ഹൈ ഫ്ലെയിം വരെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇനി കുക്കറിൻ്റെ അടപ്പൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, വേറെ അടപ്പ് കൊണ്ട് വേവിച്ചാൽ മതി. പച്ചക്കറികളൊന്നും അധികം വേവില്ലാത്ത പച്ചക്കറികളാണ്, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ വിസിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പച്ചക്കറികളൊക്കെ വെന്ത് ഉടഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ പാകത്തിന് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, വിസിലിടാതെ ഇങ്ങനെ ഒരു പാത്രം കൊണ്ട് അടച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ദാ ഈ ക്യാരറ്റും ഉരുളൻകിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് തൊടാൻ പറ്റുന്നില്ല, നല്ല ചൂടുള്ളതുകൊണ്ട്. അപ്പോൾ ദാ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂണോളം, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾ എത്രത്തോളം കഷ്ണങ്ങളൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് പൊടികളുടെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ഞാൻ ഒരു 3 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ ലോയിലാണ് വെച്ചിട്ടുള്ളത്. പൊടികൾ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ലോണം ചൂട് നിൽക്കും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഇവിടെ തിളച്ചും കൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും, അത് ഉടച്ച് ഒന്ന് അരവിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാകും, ഒന്ന് ഉടച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഞാനിത് ഒരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടൊന്ന് വഴറ്റി എടുത്തതാണ്, അതിൻ്റെ വഴുവഴുപ്പൊക്കെ കളഞ്ഞിട്ട് എടുത്തത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി കൂടി നീളത്തിൽ കട്ടാക്കിയതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി വെണ്ടയ്ക്കൊന്നും തീരെ വേവില്ല, അതുകൊണ്ട് അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും സാമ്പാറൊക്കെ കൂട്ടുന്ന സമയത്ത് നമുക്ക് വെണ്ടയ്ക്കയൊക്കെ കടിക്കാൻ കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് മീഡിയത്തിൻ്റെ താഴെ ലോ ഫ്ലെയിമിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. കായത്തിൻ്റെ പൊടി ചേർക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കട്ട കായാണെങ്കിൽ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കായ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ ചേർക്കുന്ന വറവിനും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊന്നും നിങ്ങൾ വറവിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ചേർത്തത്. ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് എത്ര ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർക്കാം. ചില കായത്തിൻ്റെ
എന്താ പറയുക, ചില സാമ്പാർ പൊടിയിൽ കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്, അത് നമുക്ക് അവിടെ വാങ്ങി വെക്കാം. ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വറവിടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടി പോകണ്ട കേട്ടോ. ഉലുവ ഇത് പൊട്ടിക്കാനില്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി നമ്മുടെ എന്താ പറയുക സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു വറവിനെ സ്പെഷ്യലാക്കുന്നത് തേങ്ങയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ തേങ്ങ നല്ല ചുവന്നക്കനെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ വെള്ള കളറിലാക്കി വറുത്തിടരുത്, നല്ല ചുവന്ന് വറുത്തിടണം. നമ്മൾ എരിശ്ശേരിക്കൊക്കെ നമ്മൾ തേങ്ങ വറുത്തിടൂലേ, മത്തൻ എരിശ്ശേരിക്കൊക്കെ, അപ്പോൾ അതേപോലെ വേണം നമ്മളിത് വറുത്തിടാനായിട്ട്. ഇതേപോലെ നല്ല ചുവന്ന കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ മണം വരുന്ന നല്ല അടിപൊളി സാമ്പാറാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം റെഡിയാക്കി നോക്കൊണ്ടു. ഇനി ഇതിപ്പോൾ തന്നെ ഇളക്കണ്ട, ഇതിങ്ങനെ അടച്ചു വെക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഓണത്തിന് സാമ്പാർ തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ വറവിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇളക്കരുത്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചു വെക്കും വേണം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി.